പ്രശാന്ത് കൃഷ്ണയും MS ലിജോയും ഒപ്പം മുഹമ്മദ് ഷഹീദുമാണ് ചേർന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണയിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, അത്യാവേശമായിരുന്നു തിരുവനന്തപുരത്തെ കലാശക്കൊട്ട്. ഒരു മഴയെത്തി, അപ്രതീക്ഷിതമായിട്ടൊരു കൊടും മഴ എത്തിയെങ്കിൽ പോലും ഈ മഴയ്ക്ക് പ്രവർത്തകരുടെ ആവേശത്തെ തെല്ലും തണുപ്പിക്കാനായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശത്തിന് ശേഷമുള്ള കാഴ്ചകൾ? 2 മണി മുതൽ തുടങ്ങിയ കൊട്ടിക്കലാശം അത് അവസാന നിമിഷമാണ്. അതായത് 5:30-ക്ക് ശേഷമാണ് മഴയിൽ കലാശിച്ചത്. പക്ഷേ 5:30 മണി മുതൽ 6 മണിക്ക് കൊട്ടിക്കലാശം സമാപിക്കുമ്പോഴും ആ ആവേശത്തിന് ഒരു കുറവുമുണ്ടായില്ല. 3 മുന്നണികളും UDF-ഉം LDF-ഉം NDA-യും അവരുടെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാകാത്ത തരത്തിൽ തന്നെയായിരുന്നു കൊട്ടിക്കലാശം പുരോഗമിച്ചത്. ആദ്യം 2 മണി സമയത്ത് ആദ്യം കൊട്ടിക്കലാശത്തിന് പ്രവർത്തകരുമായി എത്തി വലിയ ആവേശം നിറച്ചത് UDF ആയിരുന്നു. അതിന് പിന്നാലെ തന്നെ LDF-ഉം BJP-യും എല്ലാം വന്ന് വലിയ തോതിൽ തന്നെ ഈ ചെണ്ടമേളങ്ങളും DJ അടക്കമുള്ള സംവിധാനങ്ങളുമായി വന്ന് വലിയ ആവേശം വിതറി. ഒരു ഘട്ടത്തിൽ 4:30 മണിയാകുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ നേരിട്ടെത്തി. അതിനുശേഷം അതായത് ഇവിടെ കൃത്യമായ എന്താണ് മത്സരം, തിരുവനന്തപുരത്തെ മത്സരം ശക്തമായ ത്രികോണ മത്സരമാണ് എന്നതിൻ്റെ സൂചന തന്നെയാണ്, അല്ലെങ്കിൽ എന്നത് അണികളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഈ പേരൂർക്കടയിലെ കൊട്ടിക്കലാശം. ആദ്യം പന്ന്യൻ രവീന്ദ്രനെത്തി സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അതിനുശേഷം ശശി തരൂരെത്തി, രാജീവ് ചന്ദ്രശേഖരെത്തി. ഇരുവരും വലിയ ക്രെയിനിന് മുകളിൽ കയറി തന്നെ ആവേശം ഉയർത്തി. വലിയ തോതിൽ തന്നെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ കൊട്ടിക്കലാശം. എല്ലാ 3 മുന്നണികളുടെയും ആവേശം പരകോടിയിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ പ്രചരണത്തിൻ്റെ സമാപനം കലാശിച്ചത്. അതുകൊണ്ട് തന്നെ നാളത്തെ പരസ്യപ്രചാരണം ഇന്നിപ്പോൾ അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണം എത്രത്തോളം ആവാചകരവും തന്ത്രങ്ങൾ നിറഞ്ഞതുമായിരിക്കും എന്നതിൻ്റെ സൂചന തന്നെയാണ് പേരൂർക്കടയിലെ കൊട്ടിക്കലാശം. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന് ആവേശം നിറച്ചു എന്ന് തന്നെയാണ്. അതായത് ഒരു ഘട്ടത്തിൽ വലിയ കൂറ്റൻ ക്രെയിനുകളെല്ലാം കൊണ്ടുവന്ന് ഈ ആവേശം ആകാശത്തോളം ഉയരുന്ന തരത്തിലായിരുന്നു പ്രചരണം. ഓരോ ഘട്ടത്തിലും അതായത് എത്രത്തോളം ഉയരെ അവരുടെ കട്ടൗട്ടുകളാണെങ്കിലും ബലൂണുകളാണെങ്കിലും അതുപോലെ ഈ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ആകാശത്തേക്ക് ഉയർന്ന രീതിയിൽ ക്രെയിനുകൾ ഉയർത്തി പ്രവർത്തകരെ കിടിലം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു പേരൂർക്കടയിലെ പ്രചാരണം. എന്തായാലും ശശി തരൂരിന് വേണ്ടി പ്രചാരണത്തിന്, അതായത് ക്രെയിനിൽ വരെ കയറി പ്രവർത്തകരെ ആവേശത്തിലെത്തിക്കാൻ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ എത്തിയിരുന്നു. ഇവിടെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വേണ്ടി മേയറും വട്ടിയൂർക്കാവ് MLA PK പ്രശാന്ത് അടക്കമുള്ളവർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം BJP-യുടെ മുതിർന്ന നേതാക്കൾ PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അടക്കമുള്ളവർ സജീവമായി തന്നെ 3 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അത്യന്തം ആവേശം നിറച്ചത് തന്നെയായിരുന്നു. ഒരു മഴയ്ക്കും ഈ ആവേശം ചോർത്താൻ സാധിച്ചില്ല. കാരണം മഴ 5:30-ക്ക് ശേഷം കനത്തു. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരാൾ പോലും മാറി നിൽക്കാൻ തയ്യാറായില്ല. ഈ മഴയിലും പൂത്തിരികൾ കത്തിച്ചും വെടിക്കെട്ടുകൾ നടത്തിയും തന്നെയായിരുന്നു അവർ ഈ കൊട്ടിക്കലാശത്തിൻ്റെ സമാപനം ആവേശഭരിതമാക്കിയത്. എത്രത്തോളം ഉണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണത്തിൻ്റെ ചൂട് എന്നത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഈ 4 മണിക്കൂർ. അതായത് 40 ദിവസത്തെ പരസ്യ പ്രചാരണത്തിൻ്റെ ഒരു നേർചിത്രം തന്നെയായിരുന്നു 4 മണിക്കൂർ നീണ്ട പേരൂർക്കടയിലെ കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ ഒരു ഇടവേള പോലും ഉണ്ടായിരുന്നു. 2 മണി മുതൽ 6 മണിക്ക് ഈ പരസ്യപ്രചാരണം, ഈ കൊട്ടിക്കലാശം സമാപിക്കുന്നത് വരെ ഒരു സെക്കൻഡ് പോലും ഇടവേള ഇല്ലാത്ത വിധം ബാൻഡുകൾ മുഴക്കിയും ചെണ്ടമേളങ്ങളും പറഞ്ഞതുപോലെ കൊടും മഴയ്ക്ക് ഒട്ടും തന്നെ തിരുവനന്തപുരത്തിന്റെ ആവശ്യത്തെ ചോർത്താനായില്ല, പ്രവർത്തകരുടെ ആവേശത്തെ തളർത്താനായില്ല.